നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. അമേരിക്കൻ സന്ദർശനത്തിനിടെ ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്നും വൈവിധ്യമാണ് ഇന്ത്യയുടെ കരുത്തെന്നും മോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ മോദി പ്രശംസിച്ചു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ബൈഡൻ ബഹുമാനിച്ചെന്നും മോദി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സൗഹൃദത്തെ 7 സമുദ്രങ്ങൾക്കും വേർതിരിക്കാനാവില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. AI എന്നാൽ തനിക്ക് അമേരിക്ക ഇന്ത്യ എന്നാണെന്നും മോദി പറഞ്ഞു. दुनिया के सारे मत है, पंथ है, फिर भी हम एक बनकर, नेक बनकर आगे बढ़ रहे हैं. यहां इस हॉल में ही देखिए, कोई तमिल बोलता है, कोई तेलुगु, कोई मलयालम, तो कोई कन्नड़ा, कोई पंजाबी, तो कोई मराठी और तो कोई गुजराती. भाषा अनेक है, लेकिन भाव एक है. സൗദിയുടെ 94ാമത് ദേശീയ ദിനം തിങ്കളാഴ്ച. ആഘോഷത്തോടനുബന്ധിച്ച് ചരിത്രവും സംസ്കാരവും വിനോദവും സമന്വയിപ്പിക്കുന്ന വിപുലമായ പരിപാടികളാണ് രാജ്യത്ത് ഉടനീളം നടക്കുന്നത്. അന്താരാഷ്ട്ര ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ നിറവിലാണ് ഇത്തവണ സൗദി അറേബ്യ 94ാമത് ദേശീയ ദിനാഘോഷം കൊണ്ടാടുന്നത്. ആഗോളതലത്തിൽ വാണിജ്യം, നിക്ഷേപം, സാമ്പത്തികം, കായികം, വിനോദം, വിവരസാങ്കേതിക വിദ്യ, നയതന്ത്രം മുതലായ ഒട്ടേറെ മേഖലകളിൽ രാജ്യം വൻ കുതിച്ചുചാട്ടം നടത്തിയ വർഷമായിരുന്നു ഇത്. ലോകത്തിലെ വളർന്നുവരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ന് മുൻനിരയിലാണ് സൗദിയുടെ സ്ഥാനം. സൗദിയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ഇച്ഛാശക്തിയിൽ 1932 സെപ്റ്റംബർ 23-നാണ് അതുവരെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യ എന്ന ഒറ്റ രാജ്യം രൂപീകൃതമായത്. ഇതിൻ്റെ സ്മരണകൾ പുതുക്കിയാണ് രാജ്യം ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ആഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഒട്ടേറെ സാംസ്കാരിക വിനോദ പരിപാടികളാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ മുന്നോടിയായി രാജ്യത്തെ പ്രധാന റോഡുകളിലും പാലങ്ങളിലും ചത്തുരങ്ങളിലും വിശുദ്ധ വചനങ്ങൾ ഉല്ലേഖനം ചെയ്ത ഹരിത പതാകകൾ നാട്ടുകയും പ്രധാന കെട്ടിടങ്ങൾ ദീപാലങ്കൃതമാക്കുകയും ചെയ്തിരുന്നു. ദേശീയ പതാകയുടെ വർണ്ണത്തിൽ തയ്യാറാക്കിയ തൊപ്പികൾ, ടീ-ഷർട്ടുകൾ, റിബണുകൾ മുതലായവയുടെ വിൽപ്പന കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെ രാജ്യത്തെ 17 നഗരങ്ങളിൽ വ്യോമസേനയുടെ എയർ ഷോ നടന്നു വരികയാണ്. റിയാദിൽ കൈറവാൻ ഡിസ്ട്രിക്റ്റിലെ ഉമ്മു അജ്ലാൻ പാർക്കിൽ വെച്ച് നടക്കുന്ന എയർ ഷോ തിങ്കളാഴ്ച വൈകിട്ട് 4:30 വീണ്ടും ഉണ്ടായിരിക്കും. ഇതിനു പുറമെ വിവിധ മലയാളി സംഘടനകൾ ഉൾപ്പെടെ രാജ്യത്തെ നിരവധി പ്രവാസി സമൂഹവും തിങ്കളാഴ്ച വിവിധ ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. സൗദിയുടെ 94ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ലുലു ഗ്രൂപ്പ് ഒരുക്കിയ പൂക്കൾ കൊണ്ടുള്ള ദേശീയ ദിന ലോഗോയ്ക്ക് ഗിന്നസ് റെക്കോർഡ്. 1.25 ലക്ഷം പൂക്കൾ ഉപയോഗിച്ച് ജിദ്ദയിലാണ് ലോഗോ തയ്യാറാക്കിയത്. പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷിന്റെ നേതൃത്വത്തിലാണ് ലുലു ഗ്രൂപ്പ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 1,25,000 പൂക്കൾ ഉപയോഗിച്ച് ജിദ്ദ കടപ്പുറത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ ദിന ലോഗോ ലുലു ഗ്രൂപ്പ് തയ്യാറാക്കിയത്. 94ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് 94 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ ലോഗോ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗിന്നസ് പ്രതിനിധികൾ ലുലു ഗ്രൂപ്പിന് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. Congratulations, you are officially amazing. സൗദിക്ക് വീണ്ടും ഒരു ഗിന്നസ് റെക്കോർഡ് സമർപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. ഇത് ലുലു സൗദി അറേബ്യയ്ക്ക് സമർപ്പിക്കുന്ന 3ാമത്തെ ഗിന്നസ് റെക്കോർഡാണ്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ 4 ഗിന്നസ് റെക്കോർഡുകളാണ് സൗദി അറേബ്യയിലേക്ക് വന്നത്. അതിൽ 3ഉം ലുലു ത്രൂ ആയിരുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്.
ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് ലുലുവിന്റെ സപ്പോർട്ടോടുകൂടി എനിക്കതിൽ ഭാഗവാക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ 2ാം തവണയാണിപ്പോൾ, അതും സൗദി അറേബ്യയുടെ മണ്ണിൽ തന്നെയാണ്. പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം മക്ക മേഖല ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ ഖർണി, ലുലു പടിഞ്ഞാറൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. വിവിധ ഗെയിമുകളുടെ ഭാഗമായി ഐഫോൺ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗദി കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ബഹ്റൈൻ കേരളീയ സമാജം കഥാകുലപതി പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിച്ചു. ഓണാഘോഷ പരിപാടിയായ ശ്രാവണം 2024 ഭാഗമായി കെ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത നിശ ശ്രദ്ധേയമായി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ തുടരുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണം 2024 ഭാഗമായി സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അന്തരിച്ച മലയാള സിനിമാ താരം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യോഗത്തിൽ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിക്കുകയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം ആശംസിക്കുകയും ചടങ്ങിൽ BKS കഥാകുലപതി പുരസ്കാരം മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ കേരളീയ സമാജം പ്രവർത്തനങ്ങൾ മാതൃകയാക്കപ്പെടേണ്ടതാണെന്നും ടി പത്മനാഭൻ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. പൂക്കള മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്ത ചടങ്ങിൽ ശ്രാവണം 2024 കൺവീനർ വർഗീസ് ജോൺ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് തെന്നിന്ത്യയുടെ വാനമ്പാടി KS ചിത്രയുടെ നേതൃത്വത്തിൽ നടന്ന ഭാവഗീതങ്ങൾ എന്ന സംഗീത നിശയിൽ മധു ബാലകൃഷ്ണൻ, നിഷാദ്, അനാമിക എന്നീ പ്രശസ്ത ഗായകരും പങ്കെടുത്തു. രവീന്ദ്രൻ മാസ്റ്ററിന്റെയും ജോൺസൺ മാസ്റ്ററിന്റെയും ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി കാണാൻ സമാജം DJ ഹാളിലും സമാജം അങ്കണത്തിലും അനുഭവപ്പെട്ട ജനത്തിരക്ക് ശ്രാവണം 2024 ഓണാഘോഷങ്ങളിലെ ജനപങ്കാളിത്തത്തിനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. 24 ബഹ്റൈൻ. കുവൈത്തിൽ ഡ്രൈവിംഗിനിടയിൽ നിയമലംഘനങ്ങൾ പിടികൂടുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള സംവിധാനം നിലവിൽ വന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. 1ാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ സംവിധാനം നടപ്പാക്കിയത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഓട്ടോമാറ്റിക് മോണിറ്ററിംഗ് ക്യാമറകൾ വഴി നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. പത്തനംതിട്ട ആറന്മുള വാളംപറമ്പിൽ ഉഷ സതീഷ് കുവൈറ്റിൽ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. മുബാറക് അൽ കബീർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നടപടികൾ പുരോഗമിക്കുന്നതായി ടീം വെൽഫെയർ അറിയിച്ചു. കോഴിക്കോട് സ്വദേശി കുവൈറ്റിൽ അന്തരിച്ചു. ചെറുവന്നൂർ തടത്തിൽ ഹൗസിൽ ജയ്പാൽ നൻപകട്ടാണ് മരിച്ചത്. കുവൈറ്റിലെ NCR കമ്പനി ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചു. ഗൾഫ് ഫോക്കസ് തുടരുന്നു. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ PV അൻവർ MLA CPIM കൈവിട്ടു. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമെന്നാണ് PV അൻവർ ഉയർത്തിയ വിഷയങ്ങളെ CPIM സെക്രട്ടറി വിലയിരുത്തിയത്. PV അൻവറിന്റെ നിലപാടുകൾ ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനുള്ള ആയുധമാണെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. അതേസമയം PV അൻവറിനെതിരായ പാർട്ടി നിലപാടിനെ ചൊല്ലി ഇടതു സൈബർ ഇടങ്ങളിൽ വാദപ്രതിവാദവും ശക്തമാണ്. PV അൻവറിന്റെ പരസ്യപ്പോരിന് തടയിടാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയതിന് പിന്നാലെയാണ് CPIM സംസ്ഥാന നേതൃത്വവും അൻവറിനെ തള്ളിപ്പറയുന്നത്. ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകരുതെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അസാധാരണ പ്രസ്താവന. മുഖ്യമന്ത്രി അൻവറിനെ കടന്നാക്രമിച്ചിട്ടും പാർട്ടി പ്രസ്താവനയിൽ കടുത്ത പരാമർശങ്ങൾ ഇല്ലെന്നത് ശ്രദ്ധേയം. PV അൻവറിനെ വിമർശിച്ച് CPIM PB അംഗം A വിജയരാഘവൻ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷവും അൻവർ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനെ ദുർബലപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ സ്ഥാപിത താല്പര്യങ്ങളാണ്. ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് സഹായകരമായ നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഭരണകക്ഷി MLAയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിൽ നടക്കുന്ന
നീക്കത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ഞങ്ങൾക്കെതിരെയല്ല പറഞ്ഞത്, പ്രതിപക്ഷത്തിനെതിരെയല്ല, പാർട്ടിക്കകത്താണ് ഇത് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും പാർട്ടി പ്രസ്താവന ഇറക്കിയിട്ടും സൈബറിടത്തിൽ PV അൻവറിന് ഇടതനുകൂലികളുടെ പിന്തുണയ്ക്ക് കുറവില്ല. വിവിധ നേതാക്കളും പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ച പോസ്റ്റുകൾക്ക് കീഴിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന കമന്റുകളുടെ പ്രവാഹമാണ്. 24 കണ്ണൂർ. പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടതിന് പിന്നാലെ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്ന് PV അൻവർ. എന്നാൽ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ പിന്നോട്ടില്ലെന്നും അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി. ഒരു മാസം മുൻപ് മലപ്പുറം മുൻ SP S ശശിധരനെതിരെ പരാതി ഉന്നയിച്ച് അൻവർ തുടങ്ങിവെച്ച ആരോപണങ്ങൾ പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ ആളിപ്പടർന്നു. സ്വർണ്ണക്കടത്തിലെ പോലീസ് പങ്ക്, തൃശൂർ പൂരം കലക്കൽ, ADGP MR അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും വഴിവിട്ട ഇടപാടുകൾ തുടങ്ങി കോളിളക്കം സൃഷ്ടിച്ച നിരവധി ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയും CPIM-ഉം കൈവിട്ടതോടെ ഒടുവിൽ പിന്മാറ്റം. പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിച്ചു. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നീതി ലഭിക്കും, അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്. അക്കാര്യത്തിൽ കുറ്റബോധമില്ല, പിന്നോട്ടുമില്ല. കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് വിയോജിപ്പുണ്ട്. വേദനിപ്പിച്ചതിന് സഖാക്കളോട് ക്ഷമ ചോദിക്കുന്നു. പരാതികൾ പാർട്ടിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ചാപ്പയടിയും മുൻവിധികളുമില്ലാതെ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. PV അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നോക്കി നിൽക്കുന്നവർക്ക് നിരാശരായേ മതിയാവൂ. പാർട്ടി നിർദ്ദേശം ശിരസാവഹിക്കുന്നു. സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് PV അൻവറിന്റെ തീരുമാനം. പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അടുത്ത നീക്കം എന്താകുമെന്നാണ് അറിയാനുള്ളത്. 24 മലപ്പുറം. 24 ബിഗ് ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ PV അൻവർ MLA-ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പോലീസ് സേനയിലുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് രഹസ്യാന്വേഷണം നടത്തുന്നത്. ഇന്റലിജൻസ് ADGP-യുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, പിന്നിൽ ആരൊക്കെയുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നോ, പോലീസിൽ നിന്ന് ആരൊക്കെ വിവരങ്ങൾ ചോർത്തി നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് സർക്കാർ നീക്കം. ഇക്കാര്യങ്ങളിലെല്ലാം സംസ്ഥാന ഇന്റലിജൻസ് രഹസ്യാന്വേഷണം നടത്തും. പോലീസിന്റെ രഹസ്യം ചോർന്നതും ഫോൺ ചോർത്തലും SOG ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നീക്കങ്ങൾ പുറത്തുപോയതും ഏറെ ഗൗരവത്തിലാണ് ആഭ്യന്തര വകുപ്പ് എടുത്തത്. ഇതിൽ പ്രത്യേക അന്വേഷണം നടത്തും. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം നേരത്തെ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് വിശദമായ രഹസ്യാന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തത്. PV അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കിയ വാർത്താസമ്മേളനത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുവരെ എടുത്ത സമീപനമല്ല അൻവറിന് നേരെ ഇനി ഉണ്ടാവുക എന്നത് വ്യക്തം. പാർട്ടി സമ്മേളന സമയത്ത് അൻവറിന്റെ ആവർത്തിച്ചുള്ള ആരോപണത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും അമർഷമുണ്ട്. തെറ്റു ചെയ്തവർക്കെതിരെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24-നോട് പറഞ്ഞു. തനിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരസ്യ നിലപാടിൽ PV അൻവർ ചില നേതാക്കളോട് പ്രതിഷേധം അറിയിച്ചതായും വിവരമുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് സർക്കാരിന്റെ അന്വേഷണം നീങ്ങുന്നത് കൃത്യമായൊരു സൂചനയാണ്. അൻവറിനെതിരായ നിലപാട് സർക്കാർ കടുപ്പിക്കുന്നു. മറ്റൊന്ന്, ഇതിനു പിന്നിൽ സർക്കാർ സംവിധാനത്തിൽ ഉൾപ്പെട്ടവരും മറ്റു രാഷ്ട്രീയ കക്ഷികളും ബിസിനസ്സുകാരുമുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നതു തന്നെയാണ് ലക്ഷ്യം. ഇന്റലിജൻസ് അന്വേഷണം മറ്റു തുടർ നടപടികളുടെ ആദ്യപടിയാണെന്നും തീർച്ചയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. PV അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ച നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകളിൽ UDF-ലും പ്രതിസന്ധിയും ആശയക്കുഴപ്പവും. പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഇക്ബാൽ മുണ്ടേരി. അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെറ്റ് തിരുത്തി വന്നാൽ അൻവറിന്റെ കാര്യം പരിഗണിക്കുമെന്ന് KPC അധ്യക്ഷനും പറഞ്ഞതോടെ അൻവറിന്റെ പാളയം മാറ്റ ചർച്ച UDF-നെ വട്ടം ചുറ്റിച്ചു. ഇക്ബാലിനെതിരെ നടപടി വേണ്ടെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാഷ്ട്രീയ വിവാദം ആളിപ്പടരുകയാണ്. അതേസമയം PV അൻവറിന്റെ സ്വന്തം തട്ടകത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിനെ പരസ്യമായി സ്വാഗതം ചെയ്തത് രാഷ്ട്രീയ കൗതുകമായി. PV അൻവർ ലീഗിലേക്ക് പോയേക്കുമെന്ന നേരത്തെ ഉണ്ടായ അഭ്യൂഹങ്ങൾ ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ വീണ്ടും ചർച്ചയായി. PV അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്.
ലീഗിന്റെയും UDF-ന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടം വരുമെന്നായിരുന്നു പോസ്റ്റിലെ വരികൾ. ഞങ്ങളാരും അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാനറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ല. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇക്ബാലിനെതിരെ നടപടിയെടുക്കുമെന്ന സൂചനകളുണ്ടായെങ്കിലും പോസ്റ്റ് പിൻവലിച്ചതോടെ നടപടി വേണ്ടെന്ന് ലീഗ് തീരുമാനിച്ചു. ഇക്ബാലിന്റെ വിശദീകരണം തൃപ്തികരമെന്ന ജനറൽ സെക്രട്ടറി PMA സലാം. തെറ്റുതിരുത്തി വന്നാൽ അൻവറിന്റെ പ്രവേശനം പരിഗണിക്കുമെന്ന് K. സുധാകരൻ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്തുനിന്ന് കത്തിച്ചൊലിക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് വരട്ടെ. അപ്പം നമുക്ക് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. അൻവറിനെ പോലൊരാളെ UDF-ന് ആവശ്യമില്ലെന്ന് MM ഹസൻ. അൻവറെ പോലുള്ള ഒരാളെ ഞങ്ങൾക്കെന്തിനാ? അൻവറിനെ ഒന്നും ഒരു സഹായവുമില്ലാതെ കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ UDF എല്ലാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരും. പോസ്റ്റിലെ വരികൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ CPIM-നെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ ചർച്ച വഴിമാറ്റാനായിരിക്കും ഇത് ഉപകരിക്കുകയെന്നതാണ് UDF കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. നടപടി വേണ്ടെന്ന തീരുമാനമെടുത്ത് വിഷയം അവസാനിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. എങ്കിലും PV അൻവർ UDF പാളയത്തിലേക്കോ എന്ന ചോദ്യം വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ചർച്ചയാകും. വിപിൻ C. വിജയൻ, 24 മലപ്പുറം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത അശോകന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. പൂരം കലക്കൽ വിവാദത്തിൽ CPI-യുടെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണങ്ങൾ തള്ളുന്നതാണ് ADGP-യുടെ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണ്. കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. അവിടുത്തെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി. ഉന്നത ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചില്ല. വിവിധയിടങ്ങളിൽ നിയോഗിച്ചത് അനുഭവ പരിചയം കുറഞ്ഞ ഉദ്യോഗസ്ഥരെയെന്നും ADGP-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ടാണ് MR അജിത് കുമാർ സമർപ്പിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും റിപ്പോർട്ട് അട്ടിമറിച്ചുവെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെയാണ് 5 മാസത്തിനു ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി CPI-യും കോൺഗ്രസും. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. പിന്നാലെ CPI-യെ പരസ്യമായി KPC അധ്യക്ഷൻ UDF-ലേക്ക് ക്ഷണിച്ചു. തൃശൂർ പൂരം കലക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് CPI ഒന്നടങ്കം ആരോപിക്കുമ്പോഴാണ് ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് CPI. റിപ്പോർട്ട് സ്വീകരിക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് കോൺഗ്രസും തള്ളി. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ തന്നെ നൽകിയ റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും K. മുരളീധരനും പ്രതികരിച്ചു. ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. പിന്നാലെ CPI-യെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് K. സുധാകരൻ. എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ CPI-ക്ക്? UDF-ലേക്ക് തെറ്റിതിരുത്തി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്നും പോലീസ് ഇടപെടലാണെന്നും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും ആരോപിച്ചു. 24 തൃശൂർ. ഗൾഫോക്കസ് തുടരുന്നു. ശിരൂരിൽ തിരച്ചിലിന്റെ അസ്ഥി കണ്ടെത്തി. മനുഷ്യന്റെ അസ്ഥിയാണെന്നാണ് സംശയം. കാരവാർ MLA ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസ്ഥി മംഗളൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. അപ്പോൾ പോയി നോക്കുമ്പം ഒരു അസ്ഥി ഉണ്ട് അവിടെ. അപ്പോൾ അത് നോക്കുമ്പോൾ അത് എൻ്റെ കയ്യിൻ്റെ ഭാഗത്താണുള്ള ഒരു അസ്ഥിയായിട്ടാണ് തോന്നുന്നത്. 90% അങ്ങനെ തോന്നുന്നത്. ഈ ഹോട്ടലിൻ്റെ പിൻഭാഗത്ത് കുറച്ച് ബാക്കോട്ടായിട്ടാണ് അത് കിട്ടിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് ഇതിന് അയച്ചിട്ടുണ്ട്, നമ്മൾ ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട്. അർജുൻ്റെ അനിയൻ്റെ
DNA ഇവിടെ മുന്നേ ഉണ്ട് ഇവിടെ. ചിലപ്പം ഒന്നുകൂടി അവർക്ക് എടുക്കേണ്ടി വരും. എന്തായാലും ഫാമിലി ഇവിടെ ഉണ്ട്. അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഷിരൂരിൽ തിരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ മടങ്ങി. ജില്ലാ ഭരണകൂടവും പോലീസും പിന്തുണ നൽകുന്നില്ലെന്നും രേഖാമൂലം അറിയിച്ചാൽ മാത്രം മടങ്ങി വരുമെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു. ഈശ്വർ മാൽപെ സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്തുന്നു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും കാർവാർ MLAയുടെയും കുറ്റപ്പെടുത്തൽ. തിരച്ചിൽ തീരുമാനമെടുക്കുന്നത് ജില്ലാ ഭരണകൂടമാണെന്ന് അർജുന്റെ കുടുംബം പറഞ്ഞു. അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഈശ്വർ മാൽപെയും ജില്ലാ ഭരണകൂടവും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ദുർഘടമായ സാഹചര്യങ്ങളിലും ഗംഗാവലി പുഴയിലെ ആഴങ്ങളിലിറങ്ങിയ ഈശ്വർ മാൽപെ വേദനയോടെ മടങ്ങുന്നുവെന്നാണ് പ്രതികരിച്ചത്. രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ ഷിരൂരിലേക്ക് തിരിച്ചു വരൂ എന്നും ഈശ്വർ മാൽപെ. ഞങ്ങളിപ്പോൾ നമ്മളെ ആൾക്കാർ പറയുന്ന മേലെ കേൾക്കും, ഒന്നും ശരിയാവില്ല. ആ സമയത്തിൽ എനിക്ക് ശരിയാവില്ല. ഞാൻ വണ്ടി കെട്ടി കീഴേ ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ടെന്ന് ചൊല്ലി അതിപ്പോൾ ഡയറക്റ്റാക്കി അവർക്ക് ആക്കണം. അത് ഞാനിപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ചെല്ലണം. ഇവിടെ മേലെ വന്ന് ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ട്, പിന്നെ ഒത്തിരി തടിയുണ്ട് അവിടെ. അത് അവർക്കൊരു ഇതായ വിഷമയേന. ഈശ്വർ മാൽപെയുടെ അസാന്നിധ്യം ദൗത്യത്തെ ബാധിക്കില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. Now we have taken a decision that parallelly dredging and diving it is a little dangerous. So considering safety that we are holding. When dredging stops, we will try to find solution. So let the dredging happen for some days and let us get some lead. ഔദ്യോഗിക സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേലും പ്രതികരിച്ചു. അതേസമയം വിവാദങ്ങളിൽ താൽപര്യമില്ലെന്നും തിരച്ചിലിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും അർജുന്റെ സഹോദരി അഞ്ജു 24 പറഞ്ഞു. ഷിരൂർ ദൗത്യത്തിൽ കൃത്യമായ ഏകോപനമില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈശ്വർ മാൽപെ മടങ്ങിയതോടെ ദൗത്യം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം തൽക്കാലം വിശ്വസിക്കാം. ഷിരൂരിൽ നിന്നും ടീം 24. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.